ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു മാന്ത്രിക വിദ്യയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കേട്ടിട്ടുണ്ടോ പ്രോസസ്സ് ഷെഡ്യൂളിംഗ് എന്ന്? അതാണ് നമ്മുടെ വിഷയം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ തലച്ചോറ് ഒരേ സമയം എത്ര കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കുന്നു, വേറെന്തൊക്കെയോ ചിന്തിക്കുന്നു, ചുറ്റും നടക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരേ ടൈമിലാണ് നടക്കുന്നതല്ലേ? അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കാര്യവും. നിങ്ങൾ പാട്ട് കേൾക്കുന്നുണ്ടാവും, ഒപ്പം തന്നെ വെബ് ബ്രൗസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതെല്ലാം ചെയ്യാൻ കമ്പ്യൂട്ടറിനാകെ ഒരു CPU അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരേ സമയം എങ്ങനെയാണ് നടക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ഒരു രസകരമായ ട്രിക്ക് ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ വിളിക്കാം: മൾട്ടി ടാസ്കിംഗ് എന്ന ഒരു തരം ഇല്യൂഷൻ, അഥവാ ഒരു മായാജാലം. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നത്. കാര്യം ഇതാണ്, ഒരു പ്രോഗ്രാം മാത്രം റൺ ചെയ്യുമ്പോൾ നമ്മുടെ CPUവിന് മുഴുവൻ സമയവും പണിയുണ്ടാവില്ല. അത് ചിലപ്പോൾ കീബോർഡിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതും കാത്തിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല ഡിവൈസിനു വേണ്ടി വെയിറ്റ് ചെയ്യും. ആ സമയത്ത് CPU വെറുതെ ഇരിക്കുകയാണ്. പക്ഷെ നമുക്കോ ഒരേ സമയം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യണം അല്ലേ? ആ ഒരു ആവശ്യത്തിൽ നിന്നാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന ഐഡിയ വരുന്നത്. CPUവിനെ ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരുത്തരുത്, അതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോകും മുൻപ് നമ്മളൊരു വാക്ക് പരിചയപ്പെടണം: പ്രോസസ്സ്. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ, റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം, അത്രയുള്ളൂ. നിങ്ങളൊരു മ്യൂസിക് പ്ലെയർ ഓപ്പൺ ചെയ്യുന്നു, അതൊരു പ്രോസസ്സാണ്. ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു, അത് വേറൊരു പ്രോസസ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ എല്ലാ പ്രോസസ്സുകളെയും ഒരേ സമയം പ്രവർത്തിപ്പിക്കുകയാണെന്ന ആ ഒരു തോന്നൽ, ആ ഇല്യൂഷൻ, കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതിന്റെ പിന്നിലെ സൂത്രധാരനാണ് CPU ഷെഡ്യൂളർ. ഈ ഷെഡ്യൂളറിനെ നമുക്ക് CPU റോഡിലെ ഒരു ട്രാഫിക് പോലീസായിട്ട് സങ്കല്പിക്കാം. ഏത് വണ്ടി, അതായത് ഏത് പ്രോസസ്സ് എപ്പോ പോകണം, എത്ര നേരം പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ട്രാഫിക് പോലീസാണ്. അല്ലെങ്കിൽ പിന്നെ മൊത്തം ബ്ലോക്കാവില്ലേ? കുറച്ചുകൂടി ടെക്നിക്കലായി പറഞ്ഞാൽ, CPU എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ നിമിഷം ഞാൻ റെഡിയാണ്, എന്നെ റൺ ചെയ്യൂ എന്ന് പറഞ്ഞ് ക്യൂവിൽ നിൽക്കുന്ന പ്രോസസ്സുകളിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുത്ത് CPUവിന് കൊടുക്കുന്ന ആളാണ് ഈ ഷെഡ്യൂളർ. ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഇതിന്റെ പ്രധാന ജോലി. അപ്പോൾ ഈ മാജിക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നല്ലേ? വളരെ സിമ്പിളാണ്. ഷെഡ്യൂളർ ഒരു പ്രോസസ്സിനെ എടുക്കും, എന്നിട്ട് കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തേക്ക് അതിനെ CPUവിൽ റൺ ചെയ്യിക്കും. അത്രയും മതി. ഉടനെ അതിനെ മാറ്റി അടുത്ത പ്രോസസ്സിനെ കയറ്റും. ഈ സ്വിച്ചിങ് ഉണ്ടല്ലോ, ഇതൊരു സെക്കൻഡിൽ ആയിരക്കണക്കിന് തവണയാണ് നടക്കുന്നത്. അത്രയും സ്പീഡിൽ നടക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നത് എല്ലാം ഒരുമിച്ച് നടക്കുകയാണെന്നാണ്. അതാണ് ആ ഇല്യൂഷൻ. പക്ഷെ ഒരു കാര്യം, ഈ തിരഞ്ഞെടുപ്പ് വെറുതെ റാൻഡമായിട്ടല്ല കേട്ടോ. ഒരു നല്ല ഷെഡ്യൂളറിന് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് ഏറ്റവും മികച്ചതാക്കുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ നോക്കൂ, ഒരു നല്ല ഷെഡ്യൂളർ ഈ 4 കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. ത്രൂപുട്ട്, അതായത് എത്ര വേഗത്തിൽ ജോലികൾ തീർക്കുന്നു എന്നത്. ടേൺ അറൗണ്ട് സമയം, ഒരു വലിയ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം പോലെ. പിന്നെ കാത്തിരിപ്പ് സമയം, അതായത് ഒരു പ്രോഗ്രാം വെറുതെ കാത്തിരിക്കുന്ന സമയം. അവസാനം പ്രതികരണ സമയം, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സ്പീഡ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് മെച്ചപ്പെടുത്താൻ പറ്റില്ല. അതൊരു വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ ഒരുപാട് ജോലികൾ ഒരേ സമയം തീർക്കാൻ നോക്കിയാൽ നമ്മുടെ മൗസ് ക്ലിക്കിന് റെസ്പോൺസ് കിട്ടാൻ ചിലപ്പോൾ കുറച്ചൊന്ന് ലാഗാവും. അപ്പോൾ ഇവയെല്ലാം തമ്മിലൊരു ബാലൻസ് കണ്ടെത്തലാണ് ഷെഡ്യൂളറിന്റെ പ്രധാന പണി. ഈ ലക്ഷ്യങ്ങളൊക്കെ നേടാനായിട്ട് ഷെഡ്യൂളർ ചില സ്മാർട്ട് തന്ത്രങ്ങൾ ഉപയോഗിക്കും. ആർക്ക്, എപ്പോൾ, എത്ര നേരം CPU കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ തന്ത്രങ്ങൾ വെച്ചാണ്. ഇവിടെ പ്രധാനമായും 2 വഴികളാണുള്ളത്. ഒന്ന്, പ്രയോറിറ്റി അനുസരിച്ച് തീരുമാനിക്കുക. അതായത് ചില ജോലികൾ വളരെ പ്രധാനപ്പെട്ടതാണ്, സിസ്റ്റത്തിന് ആവശ്യമുള്ളതാണ്, അവയ്ക്ക് ആദ്യം അവസരം കൊടുക്കുക. മറ്റൊന്ന്, എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കുക. ഒരു ആപ്ലിക്കേഷനും ഒരുപാട് നേരം കാത്തുനിന്ന് ബോറടിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ പ്രയോറിറ്റിയാണോ അതോ എല്ലാവർക്കും തുല്യനീതിയാണോ വേണ്ടത്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളായ വിൻഡോസ്, ലിനക്സ്, മാക്OS ഒക്കെ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെന്നറിയാമോ? അവരെല്ലാം ഈ മുൻഗണന, അതായത് പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിനൊരു പ്രത്യേക പേരുണ്ട്: പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. എന്താണ് ഈ പ്രീഎംപ്റ്റീവ്? സിമ്പിളാണ്. പ്രാധാന്യം കുറഞ്ഞ ഒരു പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് വന്നാൽ ആദ്യത്തേതിനെ അവിടെ നിർത്തിയിട്ട് പുതിയ ആൾക്ക് വഴിമാറിക്കൊടുക്കും. ആ ഒരു കഴിവാണ് പ്രീഎംപ്ഷൻ. ഒരു ഉദാഹരണത്തിന് നമുക്ക് വിൻഡോസ് എടുക്കാം. അവിടെ പ്രോസസ്സുകൾക്ക് പല പ്രയോറിറ്റി ലെവലുകളുണ്ട്. ഏറ്റവും ഉയർന്ന പ്രയോറിറ്റി, അതായത് 16 മുതൽ 31 വരെ, അത്യാവശ്യക്കാർക്കാണ്. നമ്മുടെ മൗസ് അനങ്ങുന്നതും കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നതും പോലുള്ള കാര്യങ്ങൾ, അതൊന്നും ഒരു സെക്കൻഡ് പോലും വൈകാൻ പാടില്ലല്ലോ. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബ്രൗസറും ഗെയിംസും ഒക്കെ വരുന്നത് 1 മുതൽ 15 വരെയുള്ള ലെവലിലാണ്. പിന്നെ CPUവിന് ഒരു പണിയും ഇല്ലാത്തപ്പോൾ മാത്രം പ്രവർത്തിക്കാൻ വേണ്ടി ഏറ്റവും താഴെക്കിടയിലുള്ള ചില ജോലികളുമുണ്ട്. ഇനി വിൻഡോസിന്റെ ഒരു സൂപ്പർ സ്മാർട്ട് ട്രിക്ക് പറയാം. നിങ്ങളിപ്പോൾ ഏത് ആപ്ലിക്കേഷനിലാണോ ആക്റ്റീവായി ജോലി ചെയ്യുന്നത്, ആ വിൻഡോയുടെ പ്രയോറിറ്റി
വിൻഡോസ് താൽക്കാലികമായി ഒന്ന് ബൂസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ എപ്പോഴും നല്ല സ്മൂത്തായും സ്പീഡായും നമുക്ക് ഫീൽ ചെയ്യുന്നത്. കൊള്ളാമല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ CPU ഷെഡ്യൂളർ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗം ഇത്രയും സ്മൂത്ത് ആക്കി തരുന്ന ഒരു അദൃശ്യ ശക്തിയാണ്. ഒരു സൈലന്റ് ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഷെഡ്യൂളർ എത്രത്തോളം മികച്ചതാണെന്ന് അളക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അത് കാത്തിരിപ്പ് സമയം എത്രത്തോളം കുറയ്ക്കുന്നു എന്ന് നോക്കിയാണ്. കാരണം ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ എത്ര സമയമെടുക്കും എന്നുള്ളത് ഷെഡ്യൂളറിന്റെ കയ്യിലല്ല. പക്ഷേ ഒരു പ്രോഗ്രാമിന് വെറുതെ ക്യൂവിൽ കാത്തു നിൽക്കേണ്ടി വരുന്ന സമയം കുറയ്ക്കാൻ ഷെഡ്യൂളറിന് പറ്റും. ഷെഡ്യൂളിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റും ഇതുതന്നെയാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ സ്മൂത്തായി മൗസ് നീക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ ഫയൽ ഡൗൺലോഡ് ആവുന്നതിന്റെ കൂടെ തന്നെ ഒരു വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീഡിയോ കോളിൽ ഒരു തടസ്സവുമില്ലാതെ സംസാരിക്കുമ്പോൾ, ഓർക്കുക, ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു ഷെഡ്യൂളർ എന്ന മിടുക്കൻ നിർത്താതെ പണിയെടുക്കുന്നുണ്ട്. അപ്പോ നമ്മളിത് അവസാനിപ്പിക്കും മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. കമ്പ്യൂട്ടറിലെ പ്രോസസ്സുകളെപ്പോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുണ്ടാകും, അല്ലേ? നിങ്ങളുടെ ജീവിതത്തിലെ ഷെഡ്യൂളർ നിങ്ങൾ തന്നെയാണെങ്കിൽ ഏത് കാര്യങ്ങൾക്കായിരിക്കും നിങ്ങൾ ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത ഒരു വിശകലനവുമായി വീണ്ടും കാണാം.